ഇന്ന് ഇന്ത്യയിലെ 95 ലക്ഷം ക്ഷേത്രങ്ങളാണ് സെൻസസ് എടുത്തിരിക്കുന്നത്, എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് 95 ലക്ഷം. അപ്പൊ ഈ ക്ഷേത്ര സങ്കല്പം ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ നിന്നും മുസ്ലിങ്ങളുടെ മോസ്കിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ക്ഷേത്രങ്ങളുള്ള സ്ഥലത്ത് വിസിറ്റ് ചെയ്യാറ്. ചില ക്ഷേത്രത്തിൽ പ്രവേശനമില്ല, എങ്കിലും പോയി ആ ക്ഷേത്രത്തെ പറ്റി കണ്ട് പഠിച്ചിട്ട് പോയി. എന്നെ അത്ഭുതപ്പെടുത്തിയ സ്ഥലമാണ് ഗുജറാത്തിലെ പാലിത്താനം എന്നൊരു സ്ഥലം. 1000 ക്ഷേത്രം ഒരൊറ്റ സ്ഥലത്ത് പണിഞ്ഞിരിക്കുകയാണ്. ഒരു മലയിൽ, ആ മലയുടെ 300 ഡിഗ്രി ചുറ്റളവിൽ 600 വർഷം കൊണ്ട് ഒരു രാജ്യവും ഒരു രാജവംശവും 1000 ക്ഷേത്രം പണിച്ചിരിക്കുകയാണ്. 1000 ക്ഷേത്രം. ഞാനവിടെ പോയി 24 മണിക്കൂർ മെനക്കെട്ടിട്ട് കഷ്ടിച്ചൊരു 30 ക്ഷേത്രത്തെ കാണാൻ പറ്റുമോ. അപ്പൊ ഞാനവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചത് മുഴുവൻ കാണാൻ പുസ്തകമാണ്. അദ്ദേഹം സാറ് 2 മാസത്തിലൂടെ താമസിക്കുന്നത് രക്ഷപ്പെടുന്നത്. ഞാൻ പറഞ്ഞ അല്ലാതെ മാർഗം അയാളോട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റ് അയാളോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു ഹെലികോപ്റ്റർ കൊണ്ടുപോയി ആ മലയോട് ചുറ്റി താഴെ പോകും. ലോകത്തിൽ ഏതെങ്കിലും ഭക്തന് 1000 ആരാധനാലയം ഒരു സ്ഥലത്ത് പണിയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് സനാതന ധർമ്മത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. നിങ്ങൾ നെറ്റിൽ കയറി പാലിത്താനം അടിച്ചു നോക്കുക, എന്തൊരു അത്ഭുതം. അപ്പോൾ സനാതന ധർമ്മം 46 രാഷ്ട്രങ്ങളിൽ 6000 കൊല്ലമായി നിൽക്കുന്ന അതിഗംഭീരമായ ഒരു വിശ്വാസ സംഹിതയായി. അതിന്റെ വ്യാപ്തി, അതിന്റെ ഡെപ്തും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയ ഈ സനാതന ധർമ്മം ഒരു 700 വർഷത്തിൽ നിന്ന് വിദേശാധിപത്യത്തിൽപ്പെട്ടു. ഒരു 500 വർഷം മുസ്ലിങ്ങൾ, 190 വർഷം ബ്രിട്ടീഷുകാർ. അവസാനം 700 വർഷങ്ങൾക്ക് ശേഷം സനാതന ധർമ്മം സടകുടഞ്ഞ് എഴുന്നേറ്റ് 1947 നിന്ന് സ്വതന്ത്രമായി. ലോകത്ത് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന് അടിപ്പെട്ടാൽ 300 വർഷം കഴിഞ്ഞ് ആ സംസ്കാരത്തിന്റെ ഭൂമിയിൽ തിരിച്ചു വന്നിട്ടില്ല. ഈജിപ്ഷ്യൻ സംസ്കാരം തിരിച്ചു വന്നില്ല, സുമേരിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല, ബാബിലോണിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല, അസീറിയൻ സംസ്കാരം തിരിച്ചു വന്നില്ല, ഗ്രീക്ക് സംസ്കാരം തിരിച്ചു വന്നില്ല, റോമൻ സംസ്കാരം തിരിച്ചു വന്നില്ല, ഹൈന്ദവ മതീയ സംസ്കാരം തിരിച്ചു വന്നില്ല. പക്ഷെ ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 700 വർഷത്തിന് ശേഷം ഒരു സംസ്കാരം തിരികെ വരിക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ സംഭവിച്ചൊരു സാധനമല്ല. അതാണ് 700 വർഷത്തിന് ശേഷം സനാതന ധർമ്മം തടകുടഞ്ഞ് എഴുന്നേറ്റ് 1947 നിന്ന് സ്വന്തമായി. ഇന്ന് 3.5 കോടി സനാതന വിശ്വാസികൾ ലോകത്തിന്റെ പല ഭാഗത്തുമായി ജീവിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാഷ്ട്രം അമേരിക്കയാണ്. അതിന്റെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ്, തമിഴ്നാട്ടുകാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച മകളാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. നമ്മൾ 190 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ച് ഇന്ന് ബ്രിട്ടീഷുകാരുടെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഹിന്ദു വിശ്വാസിയായ അഗ്നിയെ ആരാധിക്കുന്ന ഋഷിപ്രോക്ത പരമ്പരയുടെ പേരുള്ള ഋഷി സുനാക് ഇന്ന് ആ ബ്രിട്ടീഷുകാരുടെ പ്രധാനമന്ത്രിയാണ്. മൊറീഷ്യസ് എന്ന പ്രസിഡന്റ് പ്രധാനമന്ത്രിയും ഇന്ത്യക്കാരാണ്. സിംഗപ്പൂരിനെ മഹത്തരമാക്കി മാറ്റിയ ലീ ക്വാൻ യൂവിന്റെ പ്രസിഡന്റ് ആരാണ്? ലീ ക്വാൻ യൂവിന്റെ പ്രസിഡന്റ് രാജൻ ദേവൻ നായർ. പാറശാലയിൽ നിന്ന് നാഗപൂരിൽ പോകുന്ന വഴിക്കാണ് ഈ മനുഷ്യന്റെ വീട്. ഇപ്പോ സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് വീണ്ടും ആരാണ്? വീണ്ടും ഒരു മധുരക്കാരനായ ഒരു ഹിന്ദു ആണ്. ധർമ്മലിംഗം എന്നാണ് അതിന്റെ പേര്. ഫിജിയിലെ ഹിന്ദു പ്രധാനമന്ത്രിയായി. ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സരസ്വതി ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, മുസ്ലിം രാജ്യത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ. നമ്മൾ ന്യൂസിലൻഡിൽ ചെന്നാൽ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ പ്രിയങ്ക നായർ, ബംഗാളികാരിയായ നായർ സ്ത്രീയാണ് ന്യൂസിലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ. വേൾഡ് ബാങ്കിന്റെ ചെയർമാൻ ആരാണ്? വേറൊരു ഇന്ത്യക്കാരൻ. IMFന്റെ ചെയർമാനാണ് മറ്റൊരു ഇന്ത്യക്കാരൻ. സിലിക്കോൺ വാലി ചേർന്ന 30% ശാസ്ത്രജ്ഞന്മാര് ഇന്ത്യൻ വംശജരാണ്. വളരെ പെപ്സിക്കോളയുടെ ചെയർമാനാരാണ്? വീണ്ടും ഇന്ത്യക്കാരിയാണ്. ഇന്ദിരാൻ അറിയപ്പെടുന്നവരോട് ഇന്ദിര അയ്യരാണ്, പാലക്കാട് ഇന്ത്യൻ മോളാണ്. ഒരു സൗകര്യങ്ങളെ കിട്ടിയ ഇന്ദിരാൻ ആയി മാറിയത്. പിന്നെ ഗൂഗിളിന്റെ ചെയർമാൻ സുന്ദർ പിച്ചൈ, നമ്മുടെ നാഗപുരകാരനായ ഒരു സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ ചെയർമാൻ. ഇങ്ങനെ സനാതന വിശ്വാസികളിൽ നിന്ന് 13 രാജ്യങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രസിദ്ധമായ കമ്പനീസിന്റെയൊക്കെ 13 എണ്ണത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം സനാതന വിശ്വാസികൾക്കാണ്. ഇത് ചരിത്രത്തെ മാറ്റിമറിച്ചൊരു വലിയ അത്ഭുതമാണ്. സനാതന ധർമ്മത്തിന്റെ വിശാല അർത്ഥത്തിൽ മനസ്സിലാക്കാൻ
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി സനാതന ധർമ്മം അതിന് ആരാധനാലയത്തിന് വിളിച്ച പേരാണ് ക്ഷേത്രം എന്ന് വിളിച്ചത്. ഞങ്ങൾ ചർച്ച എന്ന് വിളിക്കുന്ന പോലെ, മുസ്ലിങ്ങൾ മോസ്ക് എന്ന് വിളിക്കുന്ന പോലെ ക്ഷേത്രം എന്ന് വിളിച്ചു. അതിന്റെ അർത്ഥത്തെപ്പറ്റിയും വ്യാഖ്യാനത്തെപ്പറ്റിയും ഭാഗവത സത്രത്തിൽ മറ്റ് പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുണ്ടാവുന്നതിന് നമുക്ക് കാര്യമില്ല. പക്ഷെ ഒരു ക്ഷേത്രത്തിന് 4 പടികൾ കടന്നാണ് ക്ഷേത്രമാവുന്നത്. ആദ്യം ഉണ്ടായത് കാവുകളായി, പിന്നെ ആ കാവുകൾ കോവിലുകളായി, കോവിലുകൾ പിന്നീട് അമ്പലങ്ങളായി, അമ്പലങ്ങൾ പിന്നീട് ക്ഷേത്രമായി. ആദ്യമായി സനാതന ധർമ്മം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഈശ്വര സങ്കല്പത്തെ പ്രതിഷ്ഠിച്ചിട്ട് പ്രാർത്ഥിക്കാൻ. മരത്തിനോ വനത്തിനോ പ്രകൃതിക്കോ ഒരു കുഴപ്പമുണ്ടാവാതെ ഈശ്വരനെ അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ ഈശ്വര പ്രതിഷ്ഠ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് കാവ് എന്നറിയപ്പെട്ടു. ആ കാവ് അടുത്ത സ്റ്റേജായപ്പോൾ ഈശ്വരന്റെ പ്രതിഷ്ഠയ്ക്ക് വെയിലും മഴയും കൊള്ളാതെ വേറൊരു മേൽക്കൂരയുണ്ടായി. മൃഗങ്ങളൊക്കെ ആ പ്രതിഷ്ഠയെ ആക്രമിക്കാതിരിക്കണം ചുറ്റും മതിൽ കെട്ടി. അപ്പോൾ കാവ് കോവിലായി മാറി. ആ കോവിൽ പിന്നീട് ഈശ്വരനെ ഒരു മനുഷ്യനെ പോലെ സങ്കല്പിക്കുകയും ആ മനുഷ്യൻ താമസിക്കുമ്പോൾ വീടുണ്ടാക്കി ആ വീടിനകത്ത് ഈശ്വരനെ പ്രതിഷ്ഠിക്കുകയും ആ വീടിന് ചുറ്റും മതിലുണ്ടാക്കി അതിന്റെ മേൽക്കൂരയും പണിഞ്ഞ് ആ ആരാധനാലയത്തിന്റെ വസ്തുക്കൾ മറ്റാലും കടന്നു കയറാതിരിക്കാൻ വേണ്ടി ചുറ്റും മതിലും പണിഞ്ഞു. അപ്പൊ കോവിൽ അമ്പലം. 1500 കൊല്ലത്തിന് മുമ്പാണ് അമ്പലം ക്ഷേത്രമായി മാറുന്നത്. ക്ഷേത്രമാകുമ്പോൾ അതിന് 9 ഘടകങ്ങളാണ്. ക്ഷേത്രത്തിന് ഗർഭഗൃഹം വേണം, ക്ഷേത്രത്തിന് ഗോപുരം വേണം, ക്ഷേത്രത്തിന് കൊടിമരം വേണം, ക്ഷേത്രത്തിന് കൊടി ഉണ്ടായിരിക്കണം, ക്ഷേത്രത്തിന് പ്രതിഷ്ഠാതലം ഉണ്ടായിരിക്കണം, ബലിപ്പറ ഉണ്ടാവണം. ഇങ്ങനെ 9 ഘടകങ്ങളാണ് ക്ഷേത്രമാണ്. അങ്ങനെ 1500 കൊല്ലത്തിന് ക്ഷേത്രം ഉണ്ടായപ്പോൾ തഞ്ചാവൂർ ബൃഹദാരണ്യ ക്ഷേത്രവും മധുരൈ മീനാക്ഷി ക്ഷേത്രവും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ ഉൾപ്പെട്ട വിശാലമായ ബൃഹത്തായ ക്ഷേത്ര സങ്കല്പങ്ങളുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ 95 ലക്ഷം ക്ഷേത്രങ്ങളാണ് സെൻസസ് എടുത്തിരിക്കുന്നത്, എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത് 95 ലക്ഷം. അപ്പൊ ഈ ക്ഷേത്ര സങ്കല്പം ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ചർച്ചയിൽ നിന്നും മുസ്ലിങ്ങളുടെ മോസ്കിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമാക്കാൻ വേണ്ടി ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകത, ആ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കണം. ഭക്തനോട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഭക്തൻ മുസ്ലിം പള്ളി ചെന്ന മുഴുവൻ കിടക്കം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ക്രിസ്ത്യൻ പള്ളി വന്നാല് സഹായം വലിയൊരു ഗോപുരമൊക്കെ കാണും. ക്ഷേത്രം അതിൻ്റെതായ ആർക്കിടെക്ചർ കൊണ്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. ഈ തിരുവല്ലാമ സ്ഥലത്തിന് പേര് വരാൻ കാരണം തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഈ സ്ഥലത്തിന് തിരുവല്ലാമ പേരുള്ളത്. 1400 മുമ്പാണ് ആ ക്ഷേത്രം പണിയെന്നാണ് ക്രിസ്ത്യാനിറ്റി ഏറ്റുള്ളത്. അർത്ഥം ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കും. ഉദാഹരണത്തിന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിൽ ചില പ്രത്യേകതകളുണ്ട്. വിഷുവിൻ്റെ രാവിലെ അതിന്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന്റെ വലത്തെ തലയുടെ നരത്തിലോട് മുട്ടും. അതായത് സൂര്യൻ ഭഗവാൻ പത്മനാഭസ്വാമിയെ നമസ്കരിക്കുന്നു എന്നാണ് സങ്കല്പം. പകൽ നമ്മൾ നോക്കിയാൽ ദ്വാരം കാണുമോ? ഇല്ല. മഴക്കാലത്തിൽ വെള്ളം വരുമോ? ഇല്ല. പകൽ എന്നത് വെയിൽ വരുമോ? ഇല്ല. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് ഉണ്ടാക്കിയ രാജാവ് ശില്പി വളരെ കൃത്യമായി കണക്കൂട്ടിയതുകൊണ്ടാണ് വിഷുവിന്റെ അന്ന് രാവിലെ സൂര്യഭഗവാൻ നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് ആ സൂര്യന്റെ ബീം വളരെ കൃത്യമായി പത്മനാഭസ്വാമി കാലിൽ വന്ന് മുട്ടി പത്മനാഭസ്വാമിയെ ഉണർന്നു എന്ന് സങ്കല്പം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരം 7 നിലയുള്ള ഗോപുരം. അതിന്റെ മുകളിൽ 7 താഴെ പുറങ്ങളാണ്. 7ന്റെ മുഖത്തൊക്കെ തെറ്റാചാരങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ കടന്നില്ല. അപ്പൊ 7 നിലകളിൽ ഓരോന്നിന്റെയും നടുക്ക് ഒരു ചതുരം കംപ്ലീറ്റ്ലി കുഴിച്ചിട്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് അപ്പുറം കാണാം. വിന്റർ ഇക്കണോക്സിന് സമ്മർ ഇക്കണോക്സിന് ജൂൺ 21 ഡിസംബർ 22 രാവിലെ 7:30 മണിയാവുമ്പോ സൂര്യഭഗവാൻ ആദ്യത്തെ ചതുരം നിറയും. 1.5 മണിക്കൂറുള്ള സൂര്യഭഗവാൻ 9 മണിയാവുമ്പോൾ 2ാം ചതുരം നിറയും. വീണ്ടും 1.5 മണിക്കൂറിൽ 10 മണിയാവുമ്പോൾ 3ാം ചതുരം നിറയും. 12 മണിയാവുമ്പോൾ 4ാം ചതുരം നിറയും. രാത്രി വൈകിട്ട് 5 മണിയാവുമ്പോഴേക്ക് 7ാമത്തെ ചതുരവും നിറഞ്ഞ് സൂര്യൻ അപ്രത്യക്ഷമാവും. ഞാനിത് കേട്ടിട്ട് വിശ്വസിച്ചില്ല. ഞാനിതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജൂൺ 21 രാവിലെ അവിടെ പോയി. അവിടുത്തെ SI കസേരയൊക്കെ തന്നു. ഞാൻ അവിടെ കസേര എനിക്ക് ഒരു തണലൊരു കുടയൊക്കെ കസേര കിട്ടിയത്.
ഞാൻ അവിടെ പകൽ മുഴുവൻ വാച്ച് ചെയ്തു. 1000 കൊല്ലത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ എത്ര കൃത്യമായിട്ടാണ്. ജൂൺ 21 ഡിസംബർ 21 മാത്രം കറക്റ്റ് ചതുരം നിറഞ്ഞ് സൂര്യൻ വളരെ കൃത്യമായി 7 ഡോരോ നിറഞ്ഞിട്ട് ചക്രവാളത്തിൽ പോകും. എത്ര ഭയങ്കരമായ കാൽക്കുലേഷനാണ് അറിയാം. ഒരു സൗരവർഷം 365 കാണാൻ ദിവസങ്ങളാണ് എന്ന് സായിപ്പ് കണ്ടുപിടിച്ചത് 1584 ഗ്രിഗോറിയൻ കാലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ്. പക്ഷേ 1000 കൊല്ലം മുമ്പ് പണിഞ്ഞ പത്താം ക്ഷേത്രത്തിലെ മേൽക്കൂരയുടെ ഭാരം കൊണ്ടുവച്ചിരിക്കുന്നത് 365 തൂണിലാണ്. ജനുവരി 1 സൂര്യനിൽക്കുന്ന ഒന്നാമത്തെ തൂൺ, ജനുവരി 2 സൂര്യനിൽക്കുന്ന രണ്ടാമത്തെ തൂൺ, ജനുവരി 3 സൂര്യനിൽക്കുന്ന മൂന്നാമത്തെ തൂൺ. അങ്ങനെ 360 തൂണ് കഴിഞ്ഞാൽ 4ാമത്തെ തൂണിന് എല്ലാ തൂണിന്റെയും 4-1 ഹൈറ്റാവും. 365 തൂണുകളാണ്. സായിപ്പ് ഒരു സൗരവർഷം 365 കണ്ടുപിടിക്കുന്നതിന് ഒരു 500 വർഷം മുമ്പ് പത്മനാഭസ്വാമി ഉണ്ടാക്കിയ ശില്പിക്കും രാജാവിന് അറിയായിരുന്നു ഈ സൗരവർഷം 365 ദിവസങ്ങളാണ്. ഓരോ ദിവസവും സൂര്യൻ നിൽക്കുന്ന എവിടെയാണ് അതിന് നേരെ ഓരോ നമ്മൾ പണിഞ്ഞു ചെയ്യാൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കാൻ പോയാൽ അനന്തശൈലിക്കുന്ന പത്മനാഭസ്വാമി വണങ്ങിയ ശേഷം സാഷ്ടാംഗ പ്രദാനം ചെയ്യും. പുരുഷന്മാര് വലത്തെ ചെവി താരം മുട്ടിക്കണം, സ്ത്രീകൾ കിടത്തെ ചെവി തറയിൽ മുട്ടിക്കണം. ചെവി തറയിൽ മുട്ടിച്ചാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് സംഘവും കടപ്പുറത്ത് തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തന്റെ ചെവി കിട്ടും. ആണ്ടിൽ 2 തവണയാണ് പത്മനാഭസ്വാമിയെ ആറാട്ടിന് കൊണ്ടുവന്നു. അന്ന് വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയ ആ ഒരു ദിവസം നേരെ പോയി കുളിപ്പിച്ചിട്ട് ആറാട്ട് കഴിഞ്ഞ് പത്മനാഭസ്വാമി തിരിച്ചോട്ട് കൊണ്ട് പ്രതിഷ്ഠിക്കും. പത്മനാഭസ്വാമിയെ ആറാട്ടിൽ കുളിപ്പിക്കുന്ന ആ തീരത്തടിക്കുന്ന തിരമാലയാണ് ശബ്ദമാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. ഇത് ഒരാൾ നമസ്കരിച്ചുകൊണ്ട് ഒരു മൊബൈൽ ഫോൺ ചെവി വെച്ചിട്ട് കൂട്ടുകാരുടെ പറഞ്ഞ സംഗമത്ത് പോയി മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുകൂടെ കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഒരേ സമയത്ത് ശബ്ദമാണ് ഇവിടെ വരുന്നത്. ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിന് 5 കിലോമീറ്റർ ഭൂമി കഴിക്കുന്ന ശബ്ദം ടെക്നോളജി ഉണ്ടോ? ഇപ്പൊ പോലും ഉണ്ടോ? ഇല്ല. പക്ഷേ 1000 കൊല്ലത്തിനുണ്ട് ഭക്തൻ നമസ്കരിച്ച ശേഷം സാഷ്ടാംഗം ചെയ്ത് ചെവി തറയിൽ മുട്ടിക്കുമ്പോ 5 കിലോമീറ്റർ അപ്പുറത്ത് പത്മനാഭസ്വാമി പത്മനാഭസ്വാമി ആറാട്ടിന് കൊണ്ടുപോകുന്ന കണ്ടുപോകുന്ന കടപ്പുറത്ത് അടിക്കുന്ന തിരമാലയുടെ ശബ്ദം ഭക്തന്റെ ചെവിയിൽ എത്തും എന്നുള്ളതാണ്. എത്ര ഭയങ്കരമായ അക്കൗസ്റ്റിക് പരിപാടിയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെയാണ് കുത്തിവെച്ചിരിക്കുന്നത്. അതിന്റെ ഭിത്തികളിൽ തൂണുകൾ പറയുന്നത്. ഒന്നാമത്തെ കക്ഷിയിൽ വ്യത്യസ്തമാണ് രണ്ടാമത്തെ കക്ഷി, രണ്ടാമത്തെ കക്ഷിയിൽ വ്യത്യസ്തമാണ് മൂന്നാമത്തെ കക്ഷി, മൂന്നാമത്തെ കക്ഷിയിൽ വ്യത്യസ്തമാണ് നാലാമത്തെ കക്ഷി. 2000 യക്ഷിയും 2000 ഡിഫറെന്റ് കക്ഷികളാണ്. ഒന്നുകിൽ ഒരു കക്ഷിയുടെ മൂക്കിൽ നീളം കൂടും, അല്ലെ ചെവിക്ക് സൈസ് കൂടും, അല്ലെ വലത്തെ തുറക്കി വലിപ്പം കുഴയ്ക്കുക, അല്ലെ ഇടത്തെ കൈക്ക് വലിപ്പം കഴിക്കുക, അല്ലെ വേറെ നീളം കൂടുതലായിരിക്കാം. പക്ഷേ 2000 യക്ഷി 2000 ഡിഫറെന്റ് കക്ഷികളാണ്.